തൃശൂരിൽ നടന്നത് കുടുംബസമേതമുള്ള കള്ളവോട്ടാണ് എന്ന് സുരേഷ് ഗോപിക്കെതിരെ തെളിവ് സഹിതം സുരേഷ് ഗോപിയുടെ മുന്നിലിട്ട് കൊടുത്തപ്പോഴും ഒരക്ഷരം മിണ്ടാതെയാണ് വന്ദേ ഭാരതിൽ വന്നിറങ്ങി സുരേഷ് ഗോപി തന്റെ വഴിക്ക് പോയത്. ഇവിടെ നന്ദിയുണ്ടേ എന്ന് മാത്രം ഒരു കളിയാക്കൽ സ്വരത്തിൽ പറഞ്ഞതല്ലാതെ ചോദിച്ച ഒരു ചോദ്യത്തിനും സുരേഷ് ഗോപി മിണ്ടിയിട്ടില്ല. എന്നാൽ ഇന്നലെ സുരേഷ് ഗോപി വാ തുറന്നു. ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നതെല്ലാം വാനരന്മാരാണ്. ഉന്നത കുലജാതനായ സുരേഷ് ഗോപി വീണ്ടും പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കണം, അല്ലാതെ തന്റെ മുന്നിലേക്ക് ആരും വരേണ്ട എന്ന അഹന്ത പൂണ്ട മന്ത്രി കുപ്പായത്തിനകത്ത് നിന്നുകൊണ്ട് സുരേഷ് ഗോപി ഇന്നലെ നടത്തിയ എല്ലാ പ്രസ്താവനകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുത്തരമാണ് പറയാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അറിഞ്ഞതുപോലെയാണ്. ആ ബലമായിരുന്നു സുരേഷ് ഗോപിയുടെ ഓരോ വാക്കിലും നമ്മൾ കണ്ടത്. കൃത്യം ഇന്നലെ 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ രാഷ്ട്രീയ സമവാക്യമാണ് വിളിച്ചു പറഞ്ഞത് മുഴുവൻ. രാഹുൽ ഉന്നയിച്ച വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ എന്നൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സുരേഷ് ഗോപി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞാടിയതും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യവിവരങ്ങൾ സുരേഷ് ഗോപി ചോർത്തി എന്ന് പറയാൻ കാരണം. എന്നാൽ ഇവിടെ സ്വന്തം സഹോദരന് വരെ ഇരട്ട വോട്ടുള്ളതും വോട്ടിംഗിൽ സുരേഷ് ഗോപിയുടെ കുടുംബം നടത്തിയ അട്ടിമറിയെ കുറിച്ചുമുള്ള ആരോപണങ്ങൾക്കെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് തടി ഊരാൻ സുരേഷ് ഗോപിയെ കൊണ്ടാവില്ല. കാരണം അത് സുരേഷ് ഗോപി കൂടെ അറിഞ്ഞിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ കാര്യത്തെ കുറിച്ച് ആഞ്ഞടിക്കുകയാണ് കെ മുരളീധരൻ. ആ വീഡിയോ ഒന്ന് കാണാം. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനായി മാറാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണത്തിന് മറുപടി പറയേണ്ട അദ്ദേഹം തന്നെയാണ്. ഫ്ളാറ്റുകളിൽ അനധികൃതമായി വോട്ടർമാരെ ചേർത്തതും സ്വന്തം സഹോദരൻ തന്നെ അദ്ദേഹത്തിന് ഇരട്ട വോട്ടുള്ളതും ഒരു ക്രിമിനൽ കുറ്റമായ 2 ഐഡന്റിറ്റി കാർഡുകൾ സൂക്ഷിച്ചതും ഇതിനൊന്നും മറുപടി പറയേണ്ട ഇലക്ഷൻ കമ്മീഷനല്ല, ശ്രീ സുരേഷ് ഗോപി തന്നെയാണ്. അത് പറയുമ്പോൾ പറയുന്നവരെയൊക്കെ വാണ്ടന്മാരാക്കി പറയുന്ന ഒരു സംസ്കാരം അത് കേരളത്തിന് യോജിച്ചതല്ല, കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിന് യോജിച്ചതല്ല. ഏതായാലും ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായിട്ട് പാർട്ടി മുന്നോട്ട് പോവുക. എന്ത് തന്നെ സുരേഷ് ഗോപി പറഞ്ഞാലും അദ്ദേഹം ഇത് കുറ്റക്കാരനായി നിൽക്കുക. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായിട്ടല്ല അദ്ദേഹത്തിനെ കാണുന്നത്. വ്യാജ വോട്ടർമാരെ വെച്ച് ജയിച്ച ഒരു ജനപ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തിന് കേരള സമൂഹം ഇന്ന് നോക്കി കാണുന്നത്. അല്ല, അദ്ദേഹം സ്വീകരിച്ച മറ്റേ കള്ളവോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന ഈ വാനന്മാരെന്ന് പറയുന്നൊന്നും ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഏതാണ് വാനന്മാരെന്ന് ചോദിച്ചാൽ തൃശ്ശൂരത്തെ വോട്ടർമാരെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹം വാനന്മാരെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും അതിൻ്റെ ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്ത ജനങ്ങളെയാണ് വാനന്മാരെന്ന് പറഞ്ഞതെങ്കിൽ അത് ഭാവിയിൽ തൃശ്ശൂരുകാർ തീരുമാനിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നലത്തെ പത്രസമ്മേളനം JP നഡ്ഡയുടെയോ അമിത്ഷായുടെ പത്രസമ്മേളനം പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം പറഞ്ഞ ഒറ്റ കാര്യത്തിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രം അതിന് പകരം ഒരു രാഷ്ട്രീയ പ്രസംഗമാണ്, ഒരു തരം താണ പ്രസംഗമാണ് അദ്ദേഹം ചെയ്തത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയാൻ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് അനുരാഗ് ഠാക്കൂറിനെ കുറിച്ച് പറയുന്നില്ല? അനുരാഗ് ഠാക്കൂർ പറഞ്ഞൊക്കെ പൊളിഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ മാധ്യമങ്ങൾ തന്നെ അത് തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അനുരാഗ് ഠാക്കൂറാണ് മാപ്പ് പറയേണ്ടത്. നേരെ വെച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല, ഇലക്ഷൻ കമ്മീഷൻ ഒട്ടും കഴിഞ്ഞിട്ടില്ല. ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. നിലവിലുള്ള നിയമം അനുസരിച്ച് MP-മാർ MLA-മാരായിട്ട് മത്സരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പാർട്ടി തീരുമാനിച്ചത്. ഇങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അത് പാർട്ടി തീരുമാനിക്കട്ടെ. അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഏത് വോട്ട് വാങ്ങും? ജനങ്ങളുടെ വോട്ട് വാങ്ങും, വോട്ടർമാരുടെ വോട്ട് വാങ്ങും. ഏതാ? അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, വികസനവും കമ്മീഷനും എന്നുള്ള നയമാണ് ഇപ്പൊ പിണറായി സർക്കാരിന്. വികസനമല്ല, കമ്മീഷൻ നടക്കുന്നുണ്ട്, വികസനം നടക്കുന്നില്ല. ഇതിപ്പോ രാജേഷ് കൃഷ്ണനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പിണറായി സർക്കാരിനെതിരായിട്ട് വന്ന ആരോപണമാണ്. ഗോവിന്ദൻ മാഷാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഗോവിന്ദൻ മാഷ് പ്രതികരിക്കണം. തന്റെ സത്യസന്ധത തെളിയിക്കാൻ ഗോവിന്ദൻ മാഷ്ക്ക് ബാധ്യതയുണ്ട്. അതിന് അദ്ദേഹം മുൻകൈ എടുക്കണം. അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അന്വേഷണം വേണം.
നിയമ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ പല മന്ത്രിമാർക്കും ഈ ഒരു അധോലോക ബന്ധമുള്ള രാജേഷ് കൃഷ്ണനുമായിട്ട് ബന്ധമുണ്ട്. അതാണ് ഇർഷാദ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെതിരെ ഒരു കുരിശുയുദ്ധം തന്നെ അദ്ദേഹം നടത്തും.